ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 1, 2024. ക്രിസ്മസൊക്കെ നമ്മൾ ആഘോഷിച്ചിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇനി ഈ ഫെബ്രുവരിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫെബ്രുവരി വേഗം അങ്ങോട്ട് തീരും, മാർച്ച് പെട്ടെന്ന് വരും, പിന്നെ അങ്ങോട്ട് ഒരു ഓട്ടമാണ് നമ്മുടെ മാസങ്ങൾ. ഈ ഒരു ജനുവരി മാസം തീരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും നമുക്ക്. പുതിയ ഇയറിലേക്ക് കടന്നു കഴിയുമ്പോൾ ഈ ജനുവരി മാസം അങ്ങനെ സ്ലോയിൽ നീങ്ങുന്ന പോലെ തോന്നും അല്ലേ. പക്ഷേ ഫെബ്രുവരിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് പോയി അടുത്ത ക്രിസ്മസ് ഉടനെ തന്നെ വരും. എപ്പോഴും എനിക്ക് അങ്ങനെ തോന്നണം കേട്ടോ. അപ്പോൾ പുതിയ ഈ ഒരു മാസം എല്ലാവർക്കും നല്ലത് തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഇഡ്ഡലി തലേദിവസത്തെ സാമ്പാർ, അപ്പോൾ ഇഡ്ഡലിയുടെ മാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടാകുന്നല്ല, അതുകൊണ്ട് ഈ ഒരു പണി ഇന്ന് എളുപ്പത്തിൽ തീർന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞു. എന്താണ് എന്ന് ഞാൻ വോയിസ് ഓവർ എടുക്കണ കുറച്ച് വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൊണ്ടത്ര അങ്ങോട്ട് ശരിയായി പറഞ്ഞില്ല. രാവിലെ നിൽക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ലേ, അതുകൊണ്ട്. പിന്നെ റോസപ്പൂവിന് എന്താ വളമിടണേന്ന് ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. 19 എന്നുള്ള വളമാണ് ഇടണത്. നേരത്തെ നമ്മൾ 18 ഇട്ടുകൊണ്ടിരുന്നത്, 18 ഇട്ടുകൊണ്ടിരുന്നത് വെച്ചത്, ഇപ്പോൾ 19 ഇടണത്. ഈ ഒരു റോസിൽ ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ. കാശ്മീരി റോസ് ഇങ്ങനെ തലയും കുത്തി കിടക്കുള്ളൂ ഈ റോസിൻ്റെ പൂക്കളെല്ലാം. പിന്നെ വേറെ ഒരുവിധപ്പെട്ട എല്ലാ റോസുമ്മേലും ഒരുപാട് പൂമിട്ട് ഉണ്ട്. അതൊക്കെ വിടർന്ന് വരണേ ഉള്ളൂ കേട്ടോ. എല്ലാത്തിലും തന്നെ ഇട്ടിട്ടുണ്ട്. മുരടിപ്പ് മാറി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ നഴ്സറി ചെന്നിട്ട് ചെടികൾ മേടിക്കുമ്പോഴും അവരുടെ അടുത്ത് ചോദിക്കും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന്. അവർ പറഞ്ഞു തരുന്നത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുള്ളൂ. അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നതാണ് ഈ 18 എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇവിടെ ചെടി വെട്ടാൻ വന്ന ഒരു ആൾ പറഞ്ഞു തന്നതാണ് 19 റോസിന് ഇടേണ്ടതെന്ന്. അങ്ങനെ ഞങ്ങൾ 19 ഇടാൻ തുടങ്ങി. ഈ നഴ്സറിയിലൊക്കെ ഒരിക്കലും മുരടിപ്പായിട്ടൊന്നും ചെടികൾ നിൽക്കാറില്ല. കാരണം അവർക്ക് അതിൻ്റേതായ സീക്രട്ട് വളങ്ങളും പെസ്റ്റിസൈഡും എല്ലാം ഉണ്ട്. അതൊന്നും അവർ നമ്മൾക്ക് പറഞ്ഞു തരൂല. അതുകൊണ്ട് അവർ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും. അപ്പോൾ നമ്മളുടെ റോസടക്ക് മുരടിപ്പ് വരുമ്പോൾ അത് മാറ്റാനായി നമുക്ക് പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഈ 19 ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ചെടി കരിഞ്ഞു പോകും. ഞങ്ങളുടെ ഇവിടെ ഒരുപാട് ചെടികൾ കരിഞ്ഞു പോയിട്ടുണ്ട്. ഒരു നുള്ള് മാത്രം അങ്ങനെ ഇത്തിരി അത്രയും ചെറിയ ഒരു ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് ചെടിയുടെ അരികിലേക്ക് നീക്കിയിടുക. ഒരിക്കലും ചെടിയുടെ കടഭാഗത്തേക്ക് നീങ്ങരുത്. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് അലിയണം, അതിനു വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് വരുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് കുറേ അധികം വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം ചെടിച്ചട്ടിയുടെ അകത്ത് ഒഴിച്ചു കൊടുക്കുക. തത്തുമോ, ആമിൻ്റെ മോൻ അവിടെ കണ്ണിൽ പോണ. ഉള്ളി പൊളിക്കാൻ വേണ്ടി വന്നിരിക്കണേ. ഏതായാലും ഇതൊന്ന് പൊളിച്ച് നോക്കണം. അല്ലെങ്കിൽ ഇത് കിടന്നിട്ടേ ഭയങ്കരമായിട്ട് ചൂട് കൊണ്ട് ചുരുങ്ങി അങ്ങോട്ട് പിന്നെ വെള്ളത്തിലിടണം. ഇത് പൊളിച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് വേഗം കൊടുക്കാം. ഇല്ല പിന്നെ കൊച്ചിവിടെ കിടക്കും. കൊച്ചു കാഴ്ച കാണും. പപ്പയില്ല ഇവിടെ, അതുകൊണ്ട് പപ്പ പുറത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പപ്പ പുറത്തേക്ക് പോയപ്പോഴേക്കും ഞാൻ റൂബിയും കൂടെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഈ ചെടിയും പൂക്കളൊക്കെ ഉണ്ടായപ്പോൾ അതൊന്ന് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മളുടെ പുല്ലിൻ്റെ കാര്യം, പുല്ലിപ്പോൾ ഉടനെ പിടിപ്പിക്കേണ്ടതെന്നാണ് പപ്പ പറയണത്. ഈ ഒരു വേനൽ കഴിയട്ടെ, വേനലിൽ ആ കളയെല്ലാം മുടക്കിടന്ന് നശിച്ച് പോട്ടെ, വെള്ളം ഒഴിക്കാതെ ചൂട് വെയിലും ഒക്കെ അടിച്ച് ഇപ്പം മഴയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ കളകളൊക്കെ അങ്ങോട്ട് നശിച്ച് പോട്ടെ, എന്നിട്ട് മാത്രം നമുക്ക് മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പുല്ല് വിരിക്കാമെന്നാണ് പപ്പ പറയണത്. കാരണം ഈ കളനാശിനി ഇടണമെന്ന് എനിക്കുണ്ട്. പക്ഷേ കളനാശിനി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂബി അവിടെ കയറുന്നതല്ലേ, അതുകൊണ്ടുള്ളൊരു വിഷമം കൊണ്ട് കളനാശിനി ഇടാനും പേടിയുണ്ട് കേട്ടോ. അതാണ് കാര്യം.
അപ്പം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ കുറേയധികം പ്രാവശ്യമായി സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കി കാണിക്കണം, ടീ കേക്ക് ഉണ്ടാക്കി കാണിക്കണേ എന്ന് പറയണം. അതുകൊണ്ട് ഇന്ന് ഞാൻ ടീ കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ആദ്യം 1/2 കപ്പ് പഞ്ചസാര നല്ല പൊങ്ങിയ രീതിയിലാണ് എടുത്തത്, വടിച്ചിട്ടല്ല എടുത്തത്. കാരണം 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാര എടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് 3/4 കപ്പ് എടുക്കാം. ഇപ്പം ഞാൻ 1/2 കപ്പ് ഇങ്ങനെ പൊങ്ങുന്ന രീതിയിലാണ് എടുത്ത് പൊടിച്ചത് കേട്ടോ. അത് പൊടിച്ചൊരു ബൗളിലേക്ക് മാറ്റി. എന്നിട്ട് അതേ മിക്സിയുടെ ജാറിൽ 2 കോഴിമുട്ട. അപ്പോൾ ഈ കോഴിമുട്ടയൊക്കെ നമ്മൾ ബീറ്റർ വെച്ച് അടിച്ച് പതപ്പിച്ച് പൊക്കിയിട്ടൊക്കെ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാറില്ലേ, അത് ഞാൻ ആ ഒരു പരിപാടി ഞാൻ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് പറ്റാറില്ല, അത്രയും കഷ്ടപ്പെട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് തോന്നാറില്ല. ഇത് മതി, ഇത് വളരെ എളുപ്പത്തിൽ നല്ല സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 2 മുട്ടയും 1 മൂടി വാനില എസൻസും 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും, നെയ്യ വെണ്ണയ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഈ വെജിറ്റബിൾ ഓയിലിന് പകരം റൂം ടെമ്പറേച്ചറിൽ എടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഞാൻ എപ്പോഴും വെജിറ്റബിൾ ഓയിലേ ചേർക്കുള്ളൂ. പകുതി നെയ്യും ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്കും കയ്യിലുള്ളവർക്കും ഒക്കെ ഇടാം. ഞാൻ അങ്ങനെ ഇടാറില്ല. അപ്പോൾ പഞ്ചസാര പൊടിച്ച് വെച്ചേക്കുന്ന അതേ ബൗളിലേക്ക് അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 നുള്ളു മതി ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1 നുള്ള് ഉപ്പ്. ഈ 3 സാധനങ്ങൾ, ബേക്കിംഗ് സോഡ കൂടിപ്പോണ്ട, ബേക്കിംഗ് പൗഡറാണ് കൂടുതൽ വേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ച് അതിലൂടെ താഴേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചത് ഇതെല്ലാം കൂടിയിട്ട് ഒരു വിസ്ക് കൊണ്ട് ശരിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അരിക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ആയി കിട്ടും കേട്ടോ. അങ്ങനെ ആയില്ലെന്നുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ പൊടി കട്ടകൾ പോലെ അവിടെ ഇവിടെ കിടന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് ടേസ്റ്റും വ്യത്യാസം വരും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് പൊങ്ങി വരയില്ല. കാരണം എല്ലാ സ്ഥലത്തും ഈ പൗഡറിൻ്റെ അംശം ചെന്ന് കഴിഞ്ഞാലല്ലേ ഒരേപോലെ പൊങ്ങി വരുള്ളൂ. അതുകൊണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ച് അതിനുശേഷം വേറൊരു ബൗളിലേക്ക് ഞാൻ കൊക്കോ പൗഡർ ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പാലില്ല കേട്ടോ. പാൽപ്പൊടിയും വേണം പാലും വേണം, എന്നാലാണ് ഈ കേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടില്ലേ, ആ കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ പാലുമില്ല പാൽപ്പൊടിയില്ല. പിന്നെ ഇവിടെ വെള്ളം ഒഴിച്ച് കൊക്കോ പൗഡറിനെ ഒന്ന് കട്ട മാറ്റണം. ആദ്യം ഒരു ഇത്തിരി ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ട മാറ്റണം. പാലാണ് ഒഴിക്കേണ്ടത്, വെള്ളമല്ല. എൻ്റെ കയ്യിൽ പാലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പാൽ മേടിക്കണില്ലല്ലോ, പാലില്ല പാൽപ്പൊടിയില്ല. അപ്പോൾ പാലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ കൊക്കോ പൗഡറിൻ്റെ അകത്തേക്ക് വെള്ളം ചേർത്തത്. നിങ്ങൾ പാല് ചേർത്താൽ മതി കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ്. ഇതും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാനായിട്ട് പാല് ചേർക്കണം. ഈ മിക്സിൻ്റെ അകത്ത് പാൽപ്പൊടിയും ചേർക്കണം. പിന്നെ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ അകത്തേക്ക് അടിച്ചു വെച്ച മുട്ട, എണ്ണ, വാനില എസൻസിൻ്റെ മിക്സ് അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നന്നായിട്ട് അതിൻ്റെ അടിയിലൊക്കെ ഉള്ള അത് ഇങ്ങനെ പൊക്കിയെടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ കട്ട പോലെ പൊടിയായിട്ട് അടിയിലൊക്കെ ഇരിക്കും. അവസാനം നമ്മളിങ്ങനെ ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് ഇങ്ങനെ മറിക്കുമ്പോഴത്തേക്കും ആയിരിക്കുള്ളൂ കാണുന്നത് പൊടി ഇങ്ങനെ കട്ട പിടിച്ച് അതിൻ്റെ ഉള്ളിലിരിക്കണുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്നും ഇല്ലെന്നുള്ളത് ഉറപ്പാക്കണം കേട്ടോ. അതൊക്കെ കേക്ക് സോഫ്റ്റ് ആകാതിരിക്കാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഈ ഒരു മിക്സ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാനില സ്പോഞ്ച് കേക്കായി കേട്ടോ. ഇപ്പം ഞാൻ ഈ വാനില സ്പോഞ്ച് കേക്കിൻ്റെ മിക്സ് നമ്മൾ കൊക്കോ പൗഡറിൻ്റെ മിക്സിലേക്ക് കലക്കിയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്കിത് വെച്ചിട്ട് ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കാം, അതുമല്ലെന്നുണ്ടെങ്കിൽ സീബ്ര കേക്ക് ഉണ്ടാക്കാം. അപ്പം ഞാനിന്ന് സീബ്ര കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളുടെ ചാനലിൽ പണ്ടൊക്കെ സീബ്ര കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീബ്ര കേക്കിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട്. ഒരു പിങ്ക് വൈറ്റ് കളറിൽ വട്ടയപ്പം അടുക്കള ചാനലിൽ കിടപ്പുണ്ടത്. അതൊക്കെ നല്ല ഈവണായിട്ട് എല്ലാം ഇങ്ങനെ ലെയറായി ഭംഗിയായിട്ട് ഒഴിച്ചിട്ടുണ്ടാക്കിയതായിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ ഇടയ്ക്ക് ഞാനെടുത്ത് നോക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു കേക്കും ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത്. പക്ഷേ ഈ ബാറ്റർ അധികം ലൂസായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ പാലും ഇല്ല ഇന്നുകൊണ്ട് ഞാൻ പിന്നെ അത് അധികം അങ്ങോട്ട് ലൂസാക്കിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ലൂസാകാത്ത മാവാണ് കേക്ക്
കേക്ക് നന്നായിട്ട് വരാൻ നല്ലത്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. അധികം വെള്ളം പോലെ ആയാലും കേക്ക് അത്ര ഭംഗിയായിട്ട് കഴിക്കാൻ നല്ലതായിട്ട് കിട്ടൂല. അപ്പോൾ ഇതുപോലെ ഇത്തിരി അധികം കൂടി ലൂസാകാത്ത മാവ് തന്നെയാണ് നല്ലത്. അപ്പോൾ അടിയിൽ എപ്പോഴും വൈറ്റ് ഒഴിക്കണതാണ് നല്ലത്. കാരണം ഈ ഡാർക്ക് ഇങ്ങനെ ആദ്യം തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കരിഞ്ഞ പോലെ ഇരിക്കും അടിവശം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വൈറ്റ് ഇടണത്. എന്നാൽ പോലും അടിവശത്തേക്ക് ആ ഒരു ബ്രൗൺ കളർ ഇറങ്ങി ചെല്ലും. അപ്പോൾ ആദ്യം വൈറ്റ് തന്നെ ഇടുക. അതിൻ്റെ മീതയിൽ ഒരേ അളവിലുള്ള സ്പൂൺ വെച്ചിട്ട് ഇടണമെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പം ഞാൻ ഒരേ അളവിലുള്ള സ്പൂണാണ് എടുത്തതെങ്കിലും ഒഴിച്ചത് ഒരു സൈഡിലേക്കൊക്കെ ആയിപ്പോയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയി. അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ മാർബിൾ കേക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റിൻ്റെ ലെയർ ഒന്ന് താഴത്തെ ഒരു ലെയർ ആക്കിയിട്ട് അതിൻ്റെ മീതയിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ മിക്സ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒരു വെറുതെ കോരി ഒഴിക്കുക. അതിൻ്റെ മീതെ പിന്നെ ഒരു വൈറ്റ് ലെയർ ഇട്ടിട്ട് വീണ്ടും ചോക്ലേറ്റിൻ്റെ മിക്സ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കോരി ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ മീതയിൽ വൈറ്റ് വീണ്ടും ഒഴിച്ചിട്ട് ഈ സ്ക്യൂർ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വട്ടത്തിലൊന്ന് കറക്കി കൊടുക്കുക ഈ സ്ക്യൂർ വെച്ചിട്ട്. അപ്പോൾ അത് ഒന്ന് സ്പ്രെഡായിട്ട് ഇടയ്ക്കിടയ്ക്കൊരു കളറ് മാർബിളിൻ്റെ കേക്ക് അങ്ങനെ വന്നോളും. അത് മാത്രം ചെയ്താൽ മതി. സീബ്ര കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ചെയ്യണ പോലെയൊന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അനക്കാതെ തന്നെ ബേക്ക് ചെയ്തെടുക്കണം. കാരണം സീബ്ര കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്യൂറിട്ട് ഇളക്കാൻ പാടില്ല അകത്ത്. ഇതിപ്പോൾ ഫ്രണ്ടിൽ മാത്രമാണ് നമ്മളൊരു പൂവിൻ്റെ ഷേപ്പ് വെറുതെ ഒന്ന് ആക്കിയത്. അപ്പോൾ കറക്റ്റ് പൂവിൻ്റെ ഷേപ്പ് ഒന്നും വരില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ബാറ്റർ ഒഴിച്ചതേ ചരിഞ്ഞാണ് പോയേക്കണത്. കൂടുതലും ഒരു സൈഡിലേക്ക് അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഇപ്പുറത്തേക്ക് ആക്കാൻ ശ്രമിച്ചിട്ടും അത് വന്നില്ല. ഇപ്പോൾ കാണാൻ പാടില്ല, ഒരു സൈഡിലേക്കാണ് നീങ്ങിയിരിക്കണം. അങ്ങനെ അത് ഞാൻ ഒരു 20 മിനിറ്റോളം ബേക്ക് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്നായി വന്നു കേട്ടോ. ബീറ്റർ വെച്ചിട്ട് നമ്മൾ മുട്ട പതപ്പിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ തിക്കാക്കിയിട്ട് പിന്നെ അതിനകത്തേക്ക് മൈദ ആഡ് ചെയ്തിട്ടൊക്കെയാണ് സാധാരണ സ്പോഞ്ച് കേക്ക് സോഫ്റ്റായിട്ട് ചെയ്യണത്. പക്ഷേ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ക്ഷമയില്ല അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബീറ്റർ വെച്ചിട്ട് മുട്ട പതപ്പിച്ച് പൊങ്ങി നല്ല ലൈറ്റ് വെയിറ്റ് ആകും ഈ സംഭവം. മുട്ട പതഞ്ഞ് പൊങ്ങിയിട്ട് ലൈറ്റ് വെയിറ്റ് ആകും. ആ സമയത്ത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം പൊടിയിട്ടിട്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാമല്ലോ. ഒന്നാമത് ഒത്തിരി നേരം പിടിക്കുമെന്നേ. ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് വലിയ ഒരു പണിയായി മാറും. അപ്പോൾ ഇതങ്ങനെയല്ല, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ വാനില കേക്കാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആദ്യം ചെയ്ത മിക്സില്ലേ അത് നേരെ അങ്ങോട്ട് ബേക്ക് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ് മിക്സൊക്കെ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് വേറെ പണിയൊന്നുമില്ല. ഉള്ളി പൊളിച്ച് വെച്ച് അതാണ് ഒരു പണി ചെയ്തത്. പിന്നെ ചോറും കറികളും എല്ലാം ഫ്രിഡ്ജിലുണ്ട്. കുറേ കറികളുണ്ട്. അച്ചിങ്ങയും കായും കൂടി വെച്ചത്, ചെമ്മീൻ ഫ്രൈ ചെയ്തത്, സാമ്പാർ, തോരനുണ്ട്, ഇത്തിരി ഉപ്പുമാവ്, ചോറ്, ഇഡലി എല്ലാം ഇരിക്കുന്നുണ്ട്. പപ്പടം വറുത്തതും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് കുറേ തരം കറികൾ കൂട്ടിയിട്ട് ചോറുണ്ണാം അങ്ങനത്തെ ഒരു ഇഷ്ടമുണ്ട് എനിക്ക്. കുറേ 2-3 ദിവസത്തെ കറികളൊക്കെ വെച്ചേക്കണം. എനിക്ക് അതെല്ലാം കൂടി എടുത്ത് ഒരുപാട് കറികളായിട്ട് ചോറുണ്ണാം. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഉച്ച കൊണ്ടിട്ട് നമ്മുടെ പഴയ സാധനങ്ങളെല്ലാം തീരും. ഫ്രിഡ്ജിൽ കുറേ സാധനങ്ങളുള്ളത് എല്ലാം എടുത്ത് പുറത്ത് വെച്ചതാണ് ഞാൻ. അതെല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി ഡിന്നറിന് എന്തെങ്കിലും ചെയ്താൽ മതി. വൈകുന്നേരത്തെ ചായ കുടിക്കുള്ള ഒരു കേക്ക് പോയി. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് കുറേ പ്രാവശ്യമായി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ കേക്ക് തീർന്നതേ ഉള്ളേ. അപ്പം ഞാനന്ന് എൻ്റെ അടുത്ത് കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞ ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ക്രിസ്മസിൻ്റെ കേക്ക് തീർന്നിട്ടില്ല, കാരണം ഞാൻ കഴിക്കുന്നില്ല, പപ്പ മാത്രം കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് അത് തീരാതെ ഇത്തിരി സ്ലോയിലാണ് കഴിഞ്ഞത്. അത് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞാൻ വാക്ക് പാലിച്ച് കേക്ക് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റിലും നല്ല കട്ട സോഫ്റ്റാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്. സത്യത്തിൽ എനിക്ക് ഇത്ര സോഫ്റ്റ് കേക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇത് വെറുതെ പഞ്ഞിക്കുടം പോലെ ഇരിക്കണേ. ഇപ്പോൾ കണ്ട അതിൻ്റെ അടിയിൽ ആ ചോക്ലേറ്റിൻ്റെ മിക്സ് വന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം വൈറ്റ് തന്നെ ഇടണം, അല്ലെങ്കിൽ ഭയങ്കര കറുത്തിരിക്കും. അപ്പോൾ അങ്ങനെ കേക്ക് ഞാൻ ചൂടോട് കൂടിയിട്ടാണ് കട്ട് ചെയ്യണത്. എപ്പോഴും ചൂട് ആറിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ പെട്ടെന്ന് ഒരുവിധം ചൂടൊന്ന് ആറുമ്പോൾ തന്നെ ഡീമോൾഡ് ചെയ്തിട്ട് ഒരു ഈ കൂളർ റാക്ക് എന്ന് പറയൂലേ, നമ്മുടെ ആ
റാക്കില്ലേ, ഇത് നെറ്റിൻ്റെ ഗ്രിൽ റാക്ക്, ആ റാക്കിലേക്ക് മാറ്റിയേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അടിവശത്ത് ഒരു വെള്ളം നിൽക്കും. അതുകൊണ്ട് അങ്ങനെ കുറേ നേരം ആറാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ബേക്കിംഗ് ടിന്നിൽ വെക്കരുത് കേട്ടോ, പെട്ടെന്ന് എടുത്തേക്കണം. ഒന്നാമത് ഇത് കട്ട സോഫ്റ്റാണ്, വെള്ളവും കൂടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വിട്ടങ്ങോട്ട് പോകും, അത്രയും സോഫ്റ്റാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ്, പഞ്ഞിക്കുടം പോലത്തെ ഒരു കേക്കാണ്. നിങ്ങൾക്ക് ഇത്രയും, അതായത് ഇതിനേലും മോശമായിട്ടാണ് ശരിക്കും ഞാൻ ബീറ്റ് ചെയ്ത് മുട്ട ബീറ്റ് ചെയ്ത് പതപ്പിച്ച് പൊക്കി ഉണ്ടാക്കിയ കേക്കൊന്നും ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഇത് അത്രയും ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ടും മോശമായിട്ട് കിട്ടി. ഇത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് മാർബിൾ കേക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ സ്ക്യൂരിട്ട് ഇളക്കിയിട്ട് വേറൊരു മാർബിൾ കണ്ടിട്ടില്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഇടണം, അതേപോലെ ആയിക്കിട്ടും. ഇത് സീബ്ര കേക്ക്, പക്ഷേ ഒട്ടും തന്നെ പെർഫെക്റ്റ് ആയിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ടൊക്കെയുള്ള വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് സൂക്ഷിച്ചൊഴിക്കണം, അപ്പോൾ നല്ല കറക്റ്റ് സീബ്ര ലൈൻ പോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ആവശ്യമുള്ള ആൾക്കാർ ഇത് ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ, സൂപ്പറാണ്. പിന്നെ ഈ കാണിക്കുന്നതേ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കണ്ടതാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബേക്കിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്ത ബേക്കിങ്ങിൻ്റെ വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ബേക്ക് ചെയ്യണത്, ഒത്തിരി ബേക്കിംഗ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ബേക്കിങ്. ഇപ്പോൾ ഈ പുതിയ ഓവൻ വന്നതിന് ശേഷം ചെയ്ത ഒരു ബണ്ണ് നമ്മൾ ഉണ്ടാക്കിയില്ലേ, അത് എനിക്ക് കണ്ടപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും ഇതിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടതാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പിട്ട ആ വീഡിയോൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ഞാൻ സത്യത്തിൽ പണ്ടെല്ലാം എനിക്ക് ചാനലൊന്നും ഇല്ലായിരുന്ന സമയത്തൊക്കെ നമ്മളുടെ യൂറോപ്യൻ നാടുകളിൽ അവരിങ്ങനെ ഈ ഡിന്നറിന് ഇതുപോലെ ബണ്ണുണ്ടാക്കണ ഞാൻ കാണാറുണ്ട്. അതവർ സന്ധ്യ നേരത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കണത്. അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കോട്ടെ, ഇതെങ്ങനെ ഇവർക്ക് ഉണ്ടാക്കിയിട്ട് ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടുന്നതെന്നൊക്കെ ഞാൻ വിചാരിക്കും. ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ട്രൈ ചെയ്യുന്നത് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. അന്നേ കുക്കിംഗ് പഠിക്കുകയോ ഒന്നുമില്ല, ചുമ്മാ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളുടെ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് നമുക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് ഇത് കിട്ടണത്. അപ്പോൾ ഇതുപോലെ ഈ ഡിന്നർ റോൾസ് എന്നും പറഞ്ഞിട്ട് അവർ ഉണ്ടാക്കണ കാണിക്കാറുണ്ട്. ഒരു സന്ധ്യ നേരത്തൊക്കെയാണ് അവർ ഉണ്ടാക്കണം. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു ടൈമിൽ അവരുണ്ടാക്കി അത് കഴിക്കണതൊക്കെ കാണുമ്പോൾ. എന്ന് പറഞ്ഞ പോലെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ഓർമ്മകളൊക്കെ മനസ്സിൽ വന്നപ്പോൾ ഞാനത് പറയാൻ നിങ്ങളോട് അങ്ങനെ പറയണമെന്ന് തോന്നി അങ്ങനെ ഇട്ടൊരു വീഡിയോ ക്ലിപ്പാണ് കേട്ടോ, നേരത്തെ വീഡിയോ. ഇനിയിപ്പോൾ ബണ്ണൊക്കെ ഉണ്ടാക്കി തുടങ്ങണം, കാരണം പപ്പയ്ക്ക് ഇഷ്ടമാണ് ബണ്ണൊക്കെ, പപ്പയ്ക്ക് ഇഷ്ടമാണ്. ഇവിടെ മൈദ ഇപ്പോൾ ഇല്ല സത്യത്തിൽ, ലാസ്റ്റ് മൈദ ഇരുന്ന് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കപ്പ് നിറയെ മൈദ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളില്ലേ പഞ്ചസാര എടുക്കുമ്പോൾ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ എടുക്കാം കേട്ടോ, കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക്. ഞാനിപ്പോൾ 1/2 കപ്പ് ഇങ്ങനെ പൊങ്ങിയ രീതിക്ക് എടുത്തേക്കണത്. അപ്പം നിങ്ങൾ 1 കപ്പ് മൈദക്ക് 1/2 കപ്പ് നല്ല പൊങ്ങിയ രീതിയിൽ തന്നെ പഞ്ചസാര എടുത്തോ കേട്ടോ, അതിൽ കുറക്കണ്ട. അപ്പോഴാണ്, കാരണം നമ്മൾ കൊക്കോ പൗഡർ ചേർക്കണില്ലേ, കൊക്കോ പൗഡറിന് കയ്പ്പാണ്, അതുകൊണ്ടാണ് ഇത്തിരി കൂടുതൽ പഞ്ചസാര. അല്ലെന്നുണ്ടെങ്കിൽ 1 കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ്, വടിച്ച് പഞ്ചസാര 1/2 കപ്പ് വടിച്ച് പഞ്ചസാര സാധാരണ എടുക്കണം. നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യുമ്പോൾ ഇത്തിരി മധുരം കുറഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇത്തിരി കൂടുതലും മധുരം ഇടാൻ പറയണത് കേട്ടോ. അപ്പോൾ പൊങ്ങിയ രീതിയിൽ എടുക്കുക കേട്ടോ, അത് മറന്നു പോകരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേക്കിന് മധുരമൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ കേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, അത് നോക്കിയിട്ട് ചെയ്യണേ, മറന്നു പോകരുത്. രാത്രി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒന്നും കഴിക്കാനുണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഉച്ചക്ക് പഴയ സാധനങ്ങളൊന്നും വേസ്റ്റ് ആക്കാതെ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓട്സ് വെറുതെ വെള്ളത്തിൽ കാച്ചിട്ട് കഴിക്കാം. ഞാനിടയ്ക്ക് അങ്ങനെ കഴിക്കുന്നുണ്ട്, ഓട്സ് വെറുതെ വെള്ളത്തിൽ കാച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് കഞ്ഞി പോലെ. അപ്പോൾ പറഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാല് ഇട്ടാണ് പപ്പയ്ക്ക് ഇഷ്ടം, വേണമെന്നുണ്ടെങ്കിൽ പാല് മേടിച്ചിട്ട് ആ പാലിട്ട് മധുരമിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം പപ്പയ്ക്ക് കുറച്ചധികമൊക്കെ കഴിക്കണത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ ഡിന്നറിന് ചെയ്തത്. പിന്നെ ഞാൻ ഇന്ന് നമ്മളുടെ ബ്രായുടെ കാര്യം കാണിക്കുന്നുണ്ട്, കാരണം ബ്രായിൻ്റെ കാര്യം കുറേ ദിവസമായിട്ട് നിങ്ങളുടെ ഇത് പറയണമെന്ന് ഞാൻ ഓർത്തിരിക്കുന്നതാണ്. കാരണം ഞാൻ അത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളോട് പറയുന്ന പോലെയല്ല, ഇതിപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ആ ഒരു
ഇത് എങ്ങനെയാണ് അതിൻ്റെ റിവ്യൂ എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയണത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ബ്രാകളില്ലേ, ഇതൊക്കെ ഞാൻ മേടിച്ച സമയത്ത് കാണിച്ചിട്ടുണ്ട്, കണ്ടവർ ഓർക്കണുണ്ടാവും. ഇതുപോലെ ക്രോസ് ആയിട്ട് ബെൽറ്റ് ഉള്ളതും താഴെ നല്ല കട്ടിയായിട്ട് ബെൽറ്റ്, അതുപോലെ 4 കൊളുത്തുകൾ, ഇതെല്ലാം ഉള്ള ബ്രാ. ഇത് ഏകദേശം 500 രൂപയാണ് ഒരു ബ്രാൻ്റെ വില. ഇതൊക്കെ മേടിച്ച സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് ഫ്രഷായിട്ട്. ഇതൊന്നും ഞാൻ ഉപയോഗിക്കാതെ എടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ്. കാരണം നമ്മളുടെ ഷൈവയുടെ ഇപ്പോൾ കിട്ടിയില്ല, എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. അതോടുകൂടി എല്ലാം ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഈ ബ്രായൊക്കെ ഏത് ബ്രാൻഡാണ്, ബ്ലോസോണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ബ്രായാണ്. ഇത് കണ്ട ഈ ഒരു സൈഡിലുള്ള ഈ സ്റ്റിച്ച് നമ്മൾക്ക് നല്ലൊരു ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് നല്ലതാട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബ്രാ കപ്പിൽ തുന്നലില്ല, കണ്ട കപ്പ് ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരണമെന്നുണ്ട്. സംശയമുള്ള കുറേ പേരുണ്ട്, ഇങ്ങനെ കമൻസിലൊക്കെ വന്ന് ചോദിക്കും. അപ്പോൾ ഇതിനൊക്കെ 2 കൊളുത്തേ ഉള്ളൂ. പക്ഷേ ഇതും കൂടിയ ബ്രായാണ് കേട്ടോ. 300-350 രൂപയാണ് ആ ബ്രായിൻ്റെ വില. ഇതും ഏകദേശം 300-350 രൂപ വിലയുള്ള ബ്രായാണ് കേട്ടോ. അപ്പോൾ ബ്രാ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് ക്വാളിറ്റിയുള്ള തന്നെ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അലർജിയൊക്കെ ഉണ്ടാകാതിരിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാകുന്നുണ്ട് ആളുകൾക്ക്. ഇതിങ്ങനെ വേർത്തൊട്ടി പിടിച്ചിരിക്കണല്ലേ, അങ്ങനെ. ഇതിൽ 3 കൊളുത്താണ്. ഇതും ഈ സൈഡിൽ ഇങ്ങനൊരു സപ്പോർട്ട് ഉള്ള ബ്രായാണ് കേട്ടോ. അതൊക്കെ വില കൂടിയ ബ്രായാണ്. ഈ 2 ബ്രായും ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, ഒത്തിരി വർഷങ്ങളായതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ 3 കോട്ടൻ്റെ ബ്രാ ഞാൻ മാറ്റി വെച്ചേക്കണതാണ്. ഇത് ക്രോസ് ബെൽറ്റാണ്. ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് എടുത്തതാണ്. ക്രോസ് ബെൽറ്റാണ് ഏറ്റവും നല്ലതെന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്രോസായി പറഞ്ഞ ബെൽറ്റും അതുപോലെ കപ്പിൻ്റെ അകത്ത് ഇതുപോലെ സ്റ്റിച്ചിങ്ങും ഉള്ളത്. പക്ഷേ ഇങ്ങനത്തെ ബ്രാകൾ ഇട്ടാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് കുറവ്, ബ്രസ്റ്റ് സൈസ് കുറവുള്ള ആളുകൾക്ക് ഒന്നുകൂടി കുറവായിട്ടേ തോന്നുള്ളൂ. അത് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ കുറഞ്ഞ് കാണാൻ. അങ്ങനെയുള്ളവർ ഒരിക്കലും ഈ ടൈപ്പ് എടുക്കരുത്. അതൊക്കെ പറയാനാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇതും ക്രോസ് ആയിട്ടുള്ള ബെൽറ്റ് ഉള്ളതാണ്. അത് പക്ഷേ കപ്പ് ഇത് സ്റ്റിച്ചില്ല. കപ്പ് സ്റ്റിച്ചില്ലാത്തത് നോക്കിയെടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ബ്രസ്റ്റ് സൈസ് കുറവുള്ള ആളുകൾക്ക് ഇത്തിരി കൂടുതൽ തോന്നും. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാനിത് കാണിക്കണം. അപ്പോൾ ഈ റൗണ്ട് സ്റ്റിച്ചൊക്കെ ഉള്ള ബ്രാകൾ എടുത്തു കഴിഞ്ഞാൽ അത് ബ്രസ്റ്റ് സൈസ് കൂടുതൽ ഉള്ള ആളുകൾക്ക് നന്നാകുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചുരുങ്ങിയ ബ്രസ്റ്റ്, ഒന്നുകൂടി ബ്രസ്റ്റ് ചുരുങ്ങിയ പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രായാണ്. ഞാൻ മേടിച്ചപ്പോൾ എനിക്കിത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ബ്രാകൾ എൻ്റെ കയ്യിൽ. ഇതൊക്കെ എൻ്റെ ഏറ്റവും നല്ല ബ്രാകളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാണ് 4 കൊളുത്തൊക്കെ ഇട്ട്. പക്ഷേ ഷൈവ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഞാൻ മാറ്റി വെച്ച്. കാരണം ഇതൊക്കെ ഇടുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിഞ്ഞ് നിൽക്കണേണ്. ശരിക്കും കഴുത്തൊക്കെ വേദന എടുക്കണുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഷൈവടി ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ ഇട്ടിട്ട് എനിക്കിങ്ങനെ വേദനയാണല്ലോ എന്നുള്ളത് ഞാൻ മനസ്സിലായി. കാരണം ഞാൻ വിചാരിക്കണം ഏതിട്ടാലും ഇങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കണത്. ഇതൊക്കെ 500 രൂപ 450 രൂപയുടെ ബ്രാകളാണ്. ഇപ്പം ഞാൻ കാണിക്കണത് എല്ലാം ഒന്നും കുറഞ്ഞ ബ്രാകളില്ല, എല്ലാം കൂടിയ ബ്രാകൾ തന്നെയാണ്. ഇത് തന്നെയാണ് ഞാൻ വീട്ടിലിടുന്നതും പുറത്തിടുന്നതും എല്ലാം. വീട്ടിലിടാൻ വേറെ പുറത്തിടാൻ വേറെ അങ്ങനെയൊന്നും ഞാൻ എടുത്ത് വെക്കാറില്ല. എപ്പോഴും എനിക്ക് നന്നായിട്ട് നിൽക്കണതിന് ഇഷ്ടം. അതുകൊണ്ട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രാകൾ തന്നെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഈ കാണുന്ന പാഡഡ് ബ്രാകളെല്ലാം ഷൈവേ എന്നുള്ളതാണ്, എല്ലാം നല്ലതാണ്. ഈ ഒരു ബ്രാ പുഷപ്പ് ബ്രായാണ്. ഇത് ഒട്ടും ബ്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ ഇടുന്നതാണ്. അത് ഞാൻ ഒരെണ്ണം എടുത്തെന്ന് മാത്രം, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് ഒട്ടും വണ്ണമില്ലാത്ത ആളുകൾ എടുക്കുന്നതായിരിക്കും നല്ല. ഇതൊക്കെ അങ്ങനെയല്ല, നമ്മളെപ്പോലെയുള്ള എല്ലാ ആളുകൾക്കും ഇടാം കേട്ടോ. ബ്രാകളുണ്ട്, അത് വളരെ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നി. അതുപോലെ എത്ര നമ്മൾ റഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും പോകാത്ത രീതിയിലുള്ളതാണ്. അതുപോലെ ഇതുപോലെയുള്ള കപ്പുകളുള്ളതൊക്കെ ഭയങ്കര നല്ല ഷേപ്പും, അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇത് സൈസ് ഇത്തിരി കുറവുണ്ടാവും. കുറവുള്ള ആളുകൾക്ക് ചിലവർക്ക് പാഡ് ഉപയോഗിക്കാനായിട്ടും ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് ഇതുപോലെയുള്ള കപ്പുകളൊക്കെ. കാരണം അത് നമ്മൾ പോയിന്റഡ് ആയിട്ടുള്ള കപ്പുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സൈസ് കുറവായിട്ട് തോന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കാണിച്ച പോലത്തെ പോയിന്റ് അല്ലാത്ത സ്റ്റിച്ചിങ് ഇല്ലാത്ത ആ കപ്പുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിപ്പം തോന്നുന്ന രീതിയിലിരിക്കും, നല്ല ഷേപ്പും ഉണ്ടാവും. പിന്നെ അതേ ഇതുപോലെ നെറ്റിൻ്റെ ഈ ഒരു ഇതൊക്കെ വെച്ചതെല്ലാം ഞാൻ 1.5 വർഷം ഏകദേശം 2 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഒരു നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രായാണ്. ഇത് ഇത്തിരി ഒന്ന് ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട്, പോയിന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് ഉണ്ട്, പ്രിന്റഡുമാണ്. അതുപോലെ 3
കൊളുത്തും വന്നിട്ടുണ്ട്. ഈ 3 കൊളുത്ത് തന്നെ ഉള്ളത് നമുക്ക് വളരെയധികം കംഫർട്ടബിളാണ്. പുറകിൽ നമുക്കിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നതൊക്കെ വലിയ വൃത്തികേടില്ലാതിരിക്കും. അതുപോലെ 1-2 കൊളുത്ത് വിട്ടുപോയാൽ പോലും അടുത്തൊരു കൊളുത്തിൽ നമുക്ക് സേഫായിട്ടിരിക്കും. ബാക്കിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ബെൽറ്റ് വന്നേക്കുന്നത്. ഇതാണ് ആദ്യത്തേത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾക്ക് കാമി ടൈപ്പ് ഒരു ബ്രായാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കപ്പ് എല്ലാം ഒന്നിച്ചായിരിക്കണത്. പക്ഷേ ഒരു കപ്പിൻ്റെ ഒരു കുഴിവ് 2 സ്ഥലത്തും കൊടുത്തേക്കണതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ ഇത് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ബാക്കിൽ ഇതുപോലെ തന്നെ 3 കൊളുത്തും ബാക്ക് സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഫ്രണ്ട് സ്ട്രാപ്പല്ല ബാക്കിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബ്രായാണ്. കാരണം ഈ ബ്രായൊക്കെ ഇട്ടിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ട് അന്ന് ഇടാതിരിക്കാനും പറ്റില്ല, ഇടണം നിർബന്ധം ഉള്ള ആളുകൾക്ക്, പ്രായമായ ആളുകൾക്കും ഒക്കെ പറ്റിയൊരു ബ്രായാണിത്. കാരണം ഇത് ഇട്ടെന്ന് പോലും അറിയില്ല, അന്ന് നല്ല ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഈ ഒരു ബ്രാ നമുക്ക് വീട്ടിലിടാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതിൻ്റെയും എല്ലാ സൈസുകളും തന്നെ അവൈലബിൾ ആണ്. ഇത് നഴ്സിംഗ് ബ്രായാണ്. ഇത് നമ്മളുടെ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ഇത് വേണ്ട ഇതുപോലെ ഒരു കൊളുത്തുണ്ട്. അപ്പോൾ ഇതിവിടെ ഓപ്പൺ ആകും. പാൽ കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഈ 2 സൈഡും അതുപോലെ തന്നെ 2 സൈഡും ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. കണ്ട, ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. വളരെ കംഫർട്ടബിളാണ് കേട്ടോ. ഇത് ഫീഡിങ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ കംഫർട്ടബിളാണ്. ഫ്രണ്ടിലാണ് ഇതിൻ്റെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യണത്. നല്ല വലിഞ്ഞ് നിൽക്കുന്ന നല്ല ഇത് കണ്ട, നല്ലതായിട്ട് തന്നെ വലിയുന്ന മെറ്റീരിയലുമാണ്. അത് എല്ലാ ബ്രായുടെയും നല്ലതായിട്ട് വലിയണ മെറ്റീരിയലാണ്. അതുപോലെ 3 കൊളുത്തുണ്ട്. അപ്പോൾ ഇതാണ് നഴ്സിംഗ് ബ്ര. അപ്പോൾ 2 നഴ്സിംഗ് ബ്രായ്ക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. 2 കോംബോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അടുത്ത് സാധാരണ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നല്ല ഒരു ഷേപ്പ് കിട്ടാനും ബ്രസ്റ്റ് നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ പാഡ് ഇല്ലാതെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റിയൊരു ബ്രായാണിത്. കാരണം ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് കാരണം സാധാരണ നമ്മൾ ബ്രായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കോട്ടൻ്റെ ബ്രായൊക്കെ ഇട്ട് ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ബൾജ് ചെയ്ത് പുറത്തേക്ക് വരും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വെട്ടുപാട് പോലെ ഇത് ഡിവൈഡ് ചെയ്ത് താഴേക്കും കുറച്ച് മുകളിലേക്കും നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ആ ഒരു പ്രോബ്ലം ഇല്ലാതെ ഇടാൻ പറ്റിയ ബ്രാകളാണ് ഇതെല്ലാം. ഇപ്പം ഞാൻ കാണിച്ചതെല്ലാം അങ്ങനെ തന്നെ നമ്മൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ഇരിക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ ഗ്യാപ്പ് കിട്ടണേ, ഇവിടെ ഗ്യാപ്പ് കിട്ടിയിട്ട് ഇതിങ്ങനെ ചാടി ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കില്ല. കാരണം ഇത് നന്നായിട്ട് വലിയുന്നത് കൊണ്ട് തന്നെ നമ്മൾക്കിത് ഇരിക്കണ സമയത്ത് കറക്റ്റായിട്ട് ഇത് വലിഞ്ഞു വരും. മറ്റേത് അങ്ങനെയല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു വെട്ടുപാട് പോലെ വന്നിട്ട് ഈ ബ്രസ്റ്റ് 2 ഡിവൈഡ് ചെയ്ത് പകുതി താഴെ പകുതി മുകളിൽ നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ നിങ്ങൾക്ക് തോന്നാറില്ലേ? അപ്പോൾ ഇത് ഭൂരിഭാഗവും ഫുൾ കവറേജ് ബ്രാ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് ഫുൾ കവറേജാണ് കൂടുതൽ ഇഷ്ടം. ഇതിപ്പം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ് നിങ്ങളടുത്ത് പറയണത്. ഇതൊരിക്കലും ഈ പ്രൊമോഷൻ്റെ ഭാഗമല്ല. കാരണം ഈ ഒരു ചൂട് സമയത്തില്ലേ എനിക്ക് അത്രയും കംഫർട്ടബിളാണ് ഇവരുടെ ബ്രാ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ഈ ചൂട് സമയത്തൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കും, ബ്രാ ഇട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതൊന്നും ഇല്ലാതെ ആക്കുന്ന ടൈപ്പ് ബ്രാകളാണ് ഇപ്പം ഞാൻ കാണിച്ചതെല്ലാം. പാഡഡ് ആയിട്ടുള്ള ബ്രാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. അല്ലാതെ ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റിയ ബ്രാകളാണ് ഞാനിപ്പോൾ കാണിച്ചതല്ല. ഇപ്പം ഞാൻ എന്ത് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടിയാണെന്നറിയാമോ ഈ ചൂട് സമയം പോണത്. കാരണം നേരത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് എങ്ങനെയെങ്കിലും ഒഴിച്ച് കളയണമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് ഇട്ടെന്ന് പോലും തോന്നില്ല, അത്രയും സുഖമാണ് നമുക്ക് ഇട്ടുണ്ടാകും. പിന്നെ നേരത്തെ ഞാനൊരു പാൻറ്റ് കാണിച്ചില്ലേ, അത് 5 ബ്രാ മേടിക്കുമ്പോൾ 2 പാൻറ്റ് അതിനെ കൂടി ഫ്രീ ഉള്ളതാണ്. അതും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ഷൈവയുടെ സൈറ്റിൽ നിന്ന് ഒരുപാട് പേര് ബ്രാ എടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അറിയില്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1, 2, 3 ഒക്കെ വെച്ചിട്ടുള്ള കോംബോ എടുക്കരുത്. എടുക്കുമ്പോൾ 5 എണ്ണത്തിൻ്റെ എടുക്കണം. അതാണ് ഏറ്റവും ലാഭം. ഈ പ്രീമിയർ ക്വാളിറ്റിയുള്ള ഇതുപോലെയുള്ള അണ്ടർവെയേഴ്സ് ഇത്രയും വില കുറവിൽ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് കോംബോയിൽ എടുക്കുക എന്നുള്ളത്. 1000 രൂപ 1200 രൂപ നിങ്ങൾ മുടക്കി കഴിഞ്ഞാൽ ഒരു 5 വർഷത്തേക്ക് നിങ്ങൾ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. നിങ്ങൾക്കത് ഒരു കൊളുത്ത് പോലും വിട്ടുപോകാതെ വലിഞ്ഞു പോകാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ്
ഏറ്റവും വലിയൊരു കാര്യം. കാരണം ബ്രാകൾ ഇങ്ങനെ മേടിച്ച് കൂട്ടി കളയുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്കറിയാം, ഞാനും എന്തോരം ബ്രാകൾ വെറുതെ മേടിക്കും, പറ്റൂല, ഷേപ്പ് വൃത്തിയായിട്ട ഒരു ഷേപ്പ് തോന്നും, കളയും. ഇതിപ്പോൾ അങ്ങനെ കളയേണ്ടതായ ഒരു ബ്രാ പോലും ഈ കൂട്ടത്തിലില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ടേക്കണം. എൻ്റെ കയ്യിൽ എത്രയാണ് 15 എണ്ണോട്ട് ഉണ്ട് കേട്ടോ. ഇവരുടെ ബ്രാ 15 എണ്ണോ എത്രയോ ഉണ്ട് എൻ്റെ കയ്യിൽ. എല്ലാം ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അത് മാത്രമാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം കാണിച്ച ഞാൻ പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് മേടിച്ച ബ്രാകളില്ലേ, അതെല്ലാം സ്റ്റാൻഡേർഡ് ബ്രാൻഡ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇടുമ്പോഴത്തേക്കൊരു ഭയങ്കര ഒരു കഴുത്ത് വേദന അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു ബനിയൻ തുണിയുടെ പോലെയുള്ള ബ്രാകളാണ് ഏറ്റവും സുഖമായിട്ട് എനിക്ക് തോന്നിയത്. ഇവരുടെ സൈഡിൽ കോട്ടൺ ബ്രാകളും ഉണ്ട് കേട്ടോ. അതും ആവശ്യക്കാർക്ക് അതും നോക്കിയെടുക്കുക. എന്നെ സംബന്ധിച്ച് ഞാനൊരു കപ്പ് സൈസ് കൂടുതലേ എടുക്കുകയുള്ളൂ. കാരണം നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കംഫർട്ടബിൾ അതാണ് ഒരു കപ്പ് സൈസ് കൂടുതൽ എടുക്കുന്നത്. അതെല്ലാവർക്കും അങ്ങനെ ആണോ എനിക്കറിയില്ല. ഞാനങ്ങനെയാണ്, ഒരു കപ്പ് സൈസ് കൂടുതലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. കറക്റ്റ് അളവിൽ ഒരിക്കലും ബ്രാ ഞാൻ എടുക്കാറില്ല. പുറകിലോട്ട് എത്തുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കും, കപ്പ് സൈസ് കൂടുതലെടുക്കും കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ കോംബോ നോക്കിയെടുക്കുക. 5 എണ്ണത്തിൻ്റെ കോംബോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിങ്ങൾ തിരിഞ്ഞ് നോക്കണ്ട. വർഷങ്ങളോളം നിങ്ങൾക്ക് ഭയങ്കര ലാഭമാണത്. അത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 4-5 വർഷത്തേക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. ഞാൻ പണ്ട് വാങ്ങിച്ചതെന്ന് വെച്ചത് ബ്ലോസത്തിൻ്റെ ഒരു മോഡലായിരുന്നു കേട്ടോ. ആ മോഡലിൽ കപ്പിൽ സ്റ്റിച്ചിങ് ഇല്ല, പക്ഷേ അതിൻ്റെ അകത്തൊരു പോക്കറ്റ് ഉണ്ട്. ആ പോക്കറ്റിൽ ആവശ്യമെങ്കിൽ പാഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. പാഡൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആ കപ്പ് ഇങ്ങനെ സ്റ്റിച്ചില്ലാത്ത കപ്പാകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പും ആവശ്യത്തിനുള്ള വലിപ്പവും തോന്നും. അല്ലാതെ വലിപ്പം കുറഞ്ഞു തോന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു അത് 600 രൂപയ്ക്കായിരുന്നു തോന്നുന്നു പണ്ട്. അത് 2 എണ്ണം വെച്ചിട്ട് ഞാൻ വർഷങ്ങളോളം ഉപയോഗിച്ച ആളാണ്. അത് കഴിഞ്ഞ് വീണ്ടും മേടിക്കാൻ വന്നപ്പോഴത്തേക്കും അവർ ആ ഒരു മോഡൽ നിർത്തി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നേരത്തെ ആദ്യം കാണിച്ച കുറേ ബ്രാകൾ മേടിച്ച് വേസ്റ്റ് ആയിപ്പോയി എന്ന് വേണം പറയാൻ. അതും വില കൂടിയതാണ്, പക്ഷേ വേസ്റ്റ് ആയിപ്പോയി. ഒന്നും എനിക്ക് പക്ഷേ ഷൈയവേ എനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്